5-ാം അധ്യായം വരെയും മഴ എന്തെന്നറിയാത്ത ജനത്തിന്റെ മുമ്പിൽ 6-ാം അധ്യായത്തിലോട്ട് വന്നപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ജനം നശിച്ചു പോകത്തക്ക നിലവാരത്തിൽ പാപം ചെയ്തിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ, ഈ 5-ാം അധ്യായം വരെയും മഴ അറിയാത്ത ജനത്തിന് മഴ എന്തെന്ന് അറിയില്ല. മഴയെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. എന്നാൽ 6-ാം അധ്യായത്തിനകത്തോട് വരുമ്പോൾ നോഹയോട് ദൈവം മനസ്സലിഞ്ഞു. നോഹയോട് ദൈവത്തിന് കൃപ തോന്നി. ദൈവത്തിന് നോഹയോട് ആ കാലഘട്ടത്തിൽ നോഹയോട് ദൈവത്തിന് പ്രസാദം തോന്നി എന്നവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവം നോഹയോട് പറഞ്ഞു, വെളിപ്പെടുത്തി കൊടുത്തു. ദൈവാത്മാവിനാൽ നോഹ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ മഴ പെയ്യാൻ പോകുന്നു എന്നുള്ളത്. അതുവരെയും മഴ ലോകത്തിലില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആദ്യമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നോഹ മഴ പെയ്യാൻ പോകുന്നു എന്ന് നോഹ തിരിച്ചറിയുവാനിടയായിത്തീർന്നു. നമ്മൾ മനസ്സിലാക്കണം, നോഹ ദൈവാത്മാവിനാൽ മഴ പെയ്യാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ മാത്രയിൽ നോഹയ്ക്ക് അകത്ത് മുന്നറിവിനാൽ നോഹ അത് തിരിച്ചറിഞ്ഞു. സംഭവിക്കാൻ പോകുന്ന കാര്യം മുന്നറിവിനാൽ തിരിച്ചറിഞ്ഞു. എന്ന് വെച്ചാൽ അതുവരെ നോഹയുടെ മുൻപിൽ ഇങ്ങനൊരു മഴ നോഹ കണ്ടിട്ടില്ല, അവന്റെ പുത്രന്മാർ കണ്ടിട്ടില്ല, അവന്റെ പിതാക്കന്മാർ കണ്ടിട്ടില്ല. എന്നാൽ ആദ്യമായി നോഹയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരു മഴ പെയ്യാൻ പോകുന്നു. ആകാശത്തിലെ കിളിവാതിൽ തുറക്കാൻ ഞാൻ പോകുന്നു. ആഴിയുടെ ഉറവുകളെ ഞാൻ തുറക്കാൻ പോകുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് ദൈവം നോഹയ്ക്ക് കൊടുക്കാൻ തയ്യാറായി.